വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ ഇന്ന് 5ാം ക്ലാസ്സിലെ താരീഖിലെ 3/10/2025 പരീക്ഷയിലെ താരീഖിലെ 8 പാഠങ്ങളും റിവിഷൻ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ആദ്യം തന്നെ 8ാമത്തെ പാഠം ഹുനൈൻ സമരം, അതിൽ നിന്നും തുടങ്ങാം കേട്ടോ. മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയണേ. മുസ്ലിംകളെ നേരിടാൻ പുറപ്പെട്ട ഗോത്രങ്ങൾ ഏത്? ഹവാസിൻ, സഖീഫ്. മുസ്ലിം സൈന്യം ഹുനൈൻ താഴ്വരയിൽ എത്തിയപ്പോൾ എന്തു സംഭവിച്ചു? മുസ്ലിം സൈന്യം ഹുനൈൻ താഴ്വരയിൽ എത്തിയപ്പോൾ ശത്രുക്കൾ അവർക്ക് നേരെ അമ്പെയ്തു നടത്തി. സ്വഹാബികളിൽ ചിലർ ഓടിപ്പോവാൻ കാരണമെന്ത്? അവർക്ക് നേരെ അമ്പ് നടത്തുന്നത് കാരണമാണ്. അന്ന് ത്വായിഫും പരിസരവും അവരുടെ കേന്ദ്രമായിരുന്നു. അവരുടെ ഹവാസിന്റെയും സഖീഫിന്റെയും. മുസ്ലിം സൈന്യത്തിൽ എത്ര പേരുണ്ടായിരുന്നു? 12,000 വരുന്ന ഒരു സൈന്യമായിരുന്നു. ശത്രു സൈന്യം എത്ര? 2. അടുത്ത പാഠം 7ാം പാഠം മക്ക വിജയം. ഹുദൈബിയ കരാറിന് എതിരായിരുന്നു ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയായി ഖുറൈശികൾ ഹുദൈബിയയിൽ വെച്ച് ഒപ്പുവെച്ച കരാറിന് എതിരായിരുന്നു ആ സഹായം ചെയ്യൽ. മുസ്ലിംകളുടെ സഖ്യകക്ഷിയായിരുന്നു ആര്? ഖുസാഅ ഗോത്രക്കാർ. അബൂ സുഫിയാൻ ഇസ്ലാം സ്വീകരിച്ചത് എവിടെ? അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വെച്ചായിരുന്നു. കഅബയുടെ സമീപം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തു പറഞ്ഞു? മക്കയുടെ സമീപം ദീതുവ എന്ന സ്ഥലത്ത് എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തെ 2 വിഭാഗമായി അയച്ചു. കഅബയുടെ സമീപം എത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് പറഞ്ഞു? ഒരു വിഭാഗത്തിന്റെ നേതൃത്വം ഖാലിദ് ബിനു സഖീഫ് വലീദ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ സൈന്യം മക്കയുടെ മേൽ ഭാഗത്തിലൂടെയാണ് പ്രവേശിച്ചത്. ഖാലിദ് റളിയല്ലാഹു അൻഹുവിനെ നേരിട്ടു ആര്? ബനു ബക്ർ, ഹുദൈൽ എന്നീ ഗോത്രക്കാർ അവരെ നേരിട്ടു. സൈന്യത്തെ 2ആയി ഭാഗിച്ചു. ആരൊക്കെയാണ് നേതൃത്വം നൽകിയത്? ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും. അബ്ബാസ് റളിയല്ലാഹു കയറി കുതിരയുടെ പേര്? ബൈവാ. അബൂ സുഫിയാൻ നബിയുടെ അടുക്കലെത്തി എങ്ങനെ? അബ്ബാസ് റളിയല്ലാഹു അൻഹു ബൈദാ എന്ന കുതിരയുടെ മേൽ കയറ്റി അബൂ സുഫിയാനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ എത്തിച്ചു. അടുത്തത് 6ാം പാഠം ഖൈബർ ഉപരോധം. ഖൈബറിൽ താമസിച്ചിരുന്നത് ആര്? യഹൂദികൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഖൈബറിൽ പുറപ്പെടാൻ കാരണം അവർ മുസ്ലിംകളെ ദ്രോഹിക്കുകയും മദീനയെ ആക്രമിക്കാൻ ശത്രുക്കളെ സഹായിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട യഹൂദികൾ ഹിജ്റ 7ാം വർഷത്തിലായിരുന്നു, മുഹറം മാസത്തിലായിരുന്നു ഇത്. രാത്രിയിലാണ് അവർ എത്തിയത്. പ്രഭാതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബികളെയും കണ്ട യഹൂദികൾ പരിഭ്രാന്തരായി. ഖൈബറിൽ ഷഹീദായവർ 15 പേരാകുന്നു. ഖൈബറിൽ കൊല്ലപ്പെട്ട യഹൂദികൾ 93 പേരാകുന്നു. അടുത്ത പാഠം
അഞ്ചാം പാഠം ഹുദൈബിയ്യ സന്ധി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വഹാബികളും മക്കയിലേക്ക് പുറപ്പെട്ടു. എന്തായിരുന്നു ഉദ്ദേശം? ഉംറ ചെയ്യാൻ ആഗ്രഹിച്ചു. അവർ ഇഹ്റാം ചെയ്തു. എവിടെ? ഹുലൈഫ. നീ തവാഫ് ചെയ്യുക, മറ്റാരെയും അനുവദിക്കില്ല എന്നാരോട് പറഞ്ഞു? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ബൈഅത്തുർ റിദ്വാൻ എന്നാൽ എന്ത്? ഈ വിവരം ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്ന വാർത്ത പ്രചരിപ്പിച്ചതോടുകൂടി ഖുറൈശികളോട് മരണം വരെ പോരാടുമെന്ന് സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കരാർ ചെയ്തു. ഇതിന് ബൈഅത്തുർ റിദ്വാൻ എന്ന് പറയുന്നു. ഉംറ ഖളാ എന്നാൽ അടുത്ത വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളും ഉംറ നിർവഹിച്ചു. ഇതിന് ഉംറ ഖളാ എന്ന് പറയുന്നു. ഹുദൈബിയ്യ കരാറിലെ വ്യവസ്ഥകൾ. മുസ്ലിംകൾ ഇപ്പോൾ മക്കയിൽ പ്രവേശിക്കരുത്, മദീനയിലേക്ക് തന്നെ മടങ്ങുക, അടുത്ത വർഷം ഉംറ നിർവഹിക്കാം, 10 വർഷം പരസ്പരം യുദ്ധം പാടില്ല എന്നിവ സന്ധി വ്യവസ്ഥകളിൽ പെട്ടതാണ്. ഇതെന്തായാലും മെയിനായി ചോദിക്കും കേട്ടോ. അടുത്തത് മദീനയിൽ കിടങ്ങ് കീറാൻ കാരണം. അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 10,000 പേർ അടങ്ങുന്ന ഒരു സൈന്യം തുഫാനിൽ നിന്നുള്ള സൈന്യം മദീനയെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. ഖന്തഖിന് അഹ്സാബ് യുദ്ധം എന്ന പേര് പറയാൻ കാരണം. കിടങ്ങ് കാരണം ഈ യുദ്ധത്തിന് ഖന്തഖ് യുദ്ധം എന്ന് പറയുന്നു. ശത്രുക്കൾ സംഘടിതമായി വന്നതിനാൽ അഹ്സാബ് എന്ന് പേരുണ്ട്. കിടങ്ങ് മുറിച്ചു കടക്കാൻ കഴിയാത്ത വന്നപ്പോൾ ശത്രുക്കൾ അമ്പെയ്തു. കിടങ്ങ് കീറുന്ന സ്വഹാബികൾ 3000 പേരായിരുന്നു. അടുത്തത് ഉഹദ് നൽകിയ പാഠം. ബദർ യുദ്ധത്തിലെ പരാജയത്തിന് പ്രതികാരമായി ശത്രുക്കൾ സംഘടിച്ചു. മുസ്ലിം പക്ഷത്ത് 1000 പേരുണ്ടായിരുന്നെങ്കിലും വഴിയിൽ വെച്ച് 300 പേരും അടങ്ങി. അവർ മുനാഫിക്കുകളായിരുന്നു. ഉഹദ് പർവ്വതത്തിന്റെ സമീപം വെച്ചായിരുന്നു ഏറ്റുമുട്ടൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തെ ക്രമീകരിച്ചു. അമ്പെയ്ത്തിൽ വിദഗ്ധരായ 50 പേരെ ഹബലുൻ റൂമ എന്ന പർവ്വതത്തിന്റെ മേൽ വിന്യസിപ്പിച്ചു. പിന്നിൽ കൂടെ വരുന്നവരെ തടയാനായിരുന്നു ഇത്. ഞാൻ തിരിച്ചു വിളിക്കുന്നവരെ ആരും ഇറങ്ങരുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. യുദ്ധം ശക്തിയായി. ശത്രുക്കൾ ഭയന്നോടി. ഈ അവസരത്തിൽ മുസ്ലിംകൾ ഗനീമത്ത് ശേഖരിച്ചു തുടങ്ങി. അത് കണ്ടു ജബൽ റൂമാത്തുകളിൽ ചിലർ താഴെ ഇറങ്ങി. ഈ അവസരത്തിൽ ശത്രുക്കൾ കുന്നിന്മേൽ കയറി ബാക്കിയുള്ളവരെ കൊല്ലപ്പെടുത്തി. മുസ്ലിംകളെ ആക്രമിക്കുകയും പതാക വഹിച്ചിരുന്ന മുസ്അബ് ബിൻ ഉമർ റളിയല്ലാഹുവിനെ കൊല്ലപ്പെടുത്തുകയും ചെയ്തു. നിശ്ചയം ഞാൻ മുഹമ്മദിനെ കൊന്നു എന്ന് ആ കൊലയാളി പറഞ്ഞു. മുസ്ലിംകൾ അത് കേട്ട് പരിഭ്രമിച്ചു. ചിലർ ഓടിപ്പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വധിക്കപ്പെട്ടില്ലെന്ന് അറിഞ്ഞപ്പോൾ ഓടിപ്പോയവരെല്ലാം ഒത്തുകൂടി ഒരു ഘോര സമരം നടത്തി വിജയിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യൻ ഹംസ ഉൾപ്പെടെ 70 സ്വഹാബികൾ ഉഹദിൽ ഷഹീദായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസിന് മുറിവേൽക്കുകയും മുൻപല്ല് പൊട്ടുകയും ചെയ്തു. ശത്രുക്കളിൽ നിന്ന് 23 കൊല്ലപ്പെട്ടു. ഹിജ്റ 3-ാം വർഷം ശവ്വാൽ മാസം 15 ആയിരുന്നു ഉഹദ് യുദ്ധം. ഈ ലൈനുകൾ 1, 2, 3, 4 ഈ 4 ലൈനിൽ നിന്ന് ഏത് ഭാഗം വേണമെങ്കിലും പാതി കളഞ്ഞിട്ട് ബാക്കി ഇതാൻ എന്തായാലും ചോദിക്കും കേട്ടോ. അടുത്ത പാഠം മദീനയിലെ ജൂത ഗോത്രങ്ങൾ ഏവ. ബനു ഖൈനുഖാ, ബനു ഖുറൈള, ബനു നസീർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജൂതരുമായുണ്ടാക്കിയ കരാർ എന്തായിരുന്നു? മുസ്ലിങ്ങളുമായി ഐക്യത്തിൽ കഴിയാമെന്നോ ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിക്കുകയില്ലെന്നോ. ബദറിൽ ഏറ്റുമുട്ടൽ എന്നായിരുന്നു. ഹിജ്റ 2-ാം വർഷം റമദാനിൽ. മുസ്ലിങ്ങളുണ്ടായിരുന്ന ആയുധങ്ങൾ എന്തെല്ലാം? മൂന്ന് കുതിരകളും 70 ഒട്ടകങ്ങളും 6 പടയങ്കികളും അവർക്കുണ്ടായിരുന്നു.
ബദൽ ചെയ്തവർ എത്ര? അതിൽ നിന്ന് 14 പേർ ഷഹീദായി. ബദറിൽ ഷഹീദായവർ എത്ര? 14. ദരിദ്രരായ തടവുകാരെ മോചനം നേടിയത് എങ്ങനെ? ദരിദ്രരിൽ ചിലർ മദീനയിലെ 10 പേർക്ക് വീതം എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുക്കുക എന്ന വ്യവസ്ഥയിൽ മോചനം നേടുകയായിരുന്നു. അടുത്തത് 1-ാം പാഠം, പ്രതിരോധ സമരങ്ങൾ. ഇസ്ലാമിന്റെ അടിസ്ഥാന ലക്ഷ്യം എന്താണ്? സമാധാനം സ്ഥാപിക്കുക എന്നായിരുന്നു. ഇസ്ലാം യുദ്ധത്തിന് അനുവദിച്ച സന്ദർഭം മറ്റുള്ളവരെ അടിച്ചമർത്തുകയും നാട്ടിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരെ പ്രതിരോധിക്കാതിരുന്നാൽ അത് കൂടുതൽ കുഴപ്പത്തിന് കാരണമാകും. ഇത്തരം സന്ദർഭങ്ങളിൽ ഇസ്ലാം യുദ്ധം അനുവദിച്ചിരിക്കുന്നു. ഇസ്ലാമിക യുദ്ധങ്ങളുടെ ഉദ്ദേശം എന്ത്? അക്രമമല്ല ആത്മരക്ഷയാണ് ഇസ്ലാമിന്റെ യുദ്ധങ്ങളുടെ ഉദ്ദേശം. പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത് എപ്പോൾ? ഹിജ്റ 2-ാം വർഷം സഫർ മാസത്തിലാണ് പ്രതിരോധത്തിന് അനുവാദം ലഭിച്ചത്. അസ്വ എന്ന് പറയുന്നതിന് സംബന്ധിച്ച യുദ്ധങ്ങൾക്ക് അസ്വത്ത് എന്നും അല്ലാത്തവർക്ക് സരിയ എന്നുമായിരുന്നു. താരീഖിലെ ഇപ്പൊ നമ്മൾ 8 പാഠവും പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ മെയിനായിട്ട് ചോദിക്കുന്നത് മിക്കവാറും ഒരു പെട്ടി തന്നിട്ട് അതിൽ ഹിജറ മാസം തരും. അതെന്തിന്റെ ഏത് യുദ്ധത്തിന്റെയാണ്, യുദ്ധം തന്നിട്ട് ഏത് വർഷത്തിലാണ് എന്തായാലും ചോദിക്കും. എല്ലാവരും പഠിച്ചു നോക്കുക. അള്ളാഹു പരീക്ഷയിൽ നല്ല മാർക്ക് തന്ന് വിജയിപ്പിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.